ദൈവത്തിന്റെ വിലയേറിയ നാം വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ ഒരവസരം കൂടി ദൈവം നൽകിയതോർത്ത് ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഈ മാസം 1-ാം തീയതി തന്നെ കർത്താവിന്റെ തിരുസന്നിധിയോട് അടുത്ത് വരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. പല സ്ഥലങ്ങളായിരുന്നു നമ്മൾക്ക് കാലാവസ്ഥയുടെ പല പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം അവസരം നൽകി. അതോർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഇനി കടന്നു വരാനുള്ള ആളുകളും എത്രയും വേഗം കൂടി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവിന്റെ കൃപ നമ്മുടെ ആദ്യോടന്തം നമ്മോട് കൂടിയിരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. ദൈവ തിരുമുമ്പിൽ നമുക്ക് പ്രാർത്ഥനയോട് കൂടി ആയിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ സിജി സിസ്റ്റർ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അതിനായി സിസ്റ്ററിനെ ക്ഷണിച്ചു. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ കർത്താവെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന. കർത്താവിന്റെ സ്നേഹത്താൽ ഞങ്ങളെ അവിടുന്ന് ഇത്ര നല്ല കൂട്ടായ്മ അനുഭവിപ്പാനായിട്ട് കർത്താവ് ഒരുക്കി വലിയ കൃപയോർത്ത് സ്തോത്രം. ഉന്നതനും പരിശുദ്ധനും മഹോന്നതനും രാജാതിരാജാവും കർത്താതി കർത്താവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കർത്താവുമായിരിക്കാൽ അങ്ങ് വാഴ്ത്തുന്നു, വണങ്ങുന്നു, സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവെ മീറ്റിംഗിന്റെ ആദ്യോടന്തം കർത്താവിന്റെ കൃപ അവിടുന്ന് കൂടി ഇരുന്ന് സഹായിക്കുമാറാക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന കർത്താവെ ജാസ്മിൻ സിസ്റ്ററെ ഓർക്കുന്നു. ദൈവത്തിന്റെ കൃപ ധാരാളം കൊടുക്കണം, ധൈര്യവും ബലവും കൃപയെല്ലാം അവിടുന്ന് കൊടുക്കുമാറാക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ അവിടുന്ന് പാട്ടുപാടുന്ന കർത്താവെ അസ്നത്ത് കൺ സിസ്റ്ററെ ഓർക്കുന്നു. ആവശ്യമായിട്ടുള്ള കൃപയെ ദൈവം കൊടുക്കണം. പനിയും ജലദോഷവും ഒക്കെ ഉണ്ട് കർത്താവെ, എന്നാൽ അതിൽ നിന്നൊക്കെയും ഒരു സൗഖ്യം ദൈവം കൊടുക്കുകയും കർത്താവെ വേണ്ട കൃപ പാട്ടുപാടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ ധാരാളം അവിടെ നൽകി സഹായിക്കണമേ. അവരെയും കുടുംബമായിട്ട് ദൈവം കരുതി പരിപാലിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതുപോലെ മെസ്സേജ് പറയുന്ന കർത്താവെ ഷൈൻ സിസ്റ്ററെ ഓർക്കുന്നു. ആവശ്യമായ കൃപയെ ദൈവം കൊടുക്കണം. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പറയുമ്പോൾ കർത്താവെ അത് ഞങ്ങൾക്കും കർത്താവെ ഒരു ആത്മീക ഉണർവിന് ഇടയാക്കി തീർക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ എല്ലാ കൃപയും ദൈവം കൊടുക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്ന വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ജിൻസിച്ചിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ അവിടുന്ന് ധാരാളം കൊടുക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്ന കർത്താവെ ലതാന്റിക്കായും പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപയെല്ലാം കൊടുക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ മീറ്റിങ്ങിന്റെ ഇതില് കർത്താവ് ഇനിയും കർത്താവെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവരൊക്കെ അവിടുന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ കൊടുക്കണം. ആഗ്രഹിക്കുന്നവർക്കൊക്കെ കടന്നു വരുവാനും മഴയുടെ തടസ്സമോ കർത്താവ് നെറ്റിന്റെ ഇഷ്യൂസുകളോ ഒന്നുമില്ലാതെ കർത്താവെ ഇതിന്റെ കൃപ അവിടുന്ന് നൽകി സഹായിക്കണമേ. മീറ്റിങ്ങിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവിടുന്ന് അനുദിനം അവിടെ നൽകി സഹായിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആശ്വാസവും കർത്താവെ അവിടുന്ന് സമാധാനവും നൽകുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ അവിടുന്ന് വ്യാപരിപ്പാനായിട്ട് ഇടവരണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും ഒന്നും കണക്കിടരുതേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അവിടുന്ന് സകല മഹത്വം വെക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. പ്രാർത്ഥനയുടെ കുറവുകൾ അവിടുന്ന് ക്ഷമിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തതായി കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്യുക എന്നതാണ്. ദൈവത്തിന് വീണ്ടും മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ സഹോദരിമാർക്കും ആന്റിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേക ഇന്ന് ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്ന സഹോദരിമാരെ എല്ലാം പ്രത്യേക സ്വാഗതം ചെയ്യുകയാണ്. ഓപ്പണിംഗ് പ്രെയർ ചെയ്ത സിജി സിസ്റ്ററിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാട്ട് പാടുന്ന അസ്നത്ത് സിസ്റ്ററിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മെസ്സേജ് തരുന്ന നമ്മുടെ ഷൈനി സിസ്റ്ററിനെയും ഈ മീറ്റിംഗിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വോട്ട് ഓഫ് താങ്ക്സ് ചെയ്യുന്ന നമ്മുടെ ജിൻസി സിസ്റ്ററിനെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്ന ലതാ രവികുമാർ ആന്റിയെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു മീറ്റിങ്ങിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ കാതുകൾക്ക് ഇമ്പവും അതുപോലെ ഹൃദയത്തിന് സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. ഇന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ അസ്നത്ത് സിസ്റ്ററാണ്. മനോഹരമായ 2 ഗാനങ്ങൾ പ്രിയ സിസ്റ്റർ നമുക്ക് വേണ്ടി ആലപിക്കും. അതിനായി സിസ്റ്റർ അസ്നത്ത് കണ്ണനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. അടിയങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം കൂടി ദൈവം ക്രിസ്തീയ സഹോദരിയിൽ പാടുവാനായിട്ട് തന്ന അവസരത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അല്പം പനിയും ജലദോഷത്തിന് പ്രയാസമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടിരിക്കണമേ. എല്ലാ മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്ന അഡ്മിൻസായിട്ടുള്ള സൗകര്യമാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പാഠപുസ്തകത്തിലെ 279 പാട്ട് പാടാം. ഇദ്ധരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ. അതിലെ 3 അടികൾ നമുക്ക് ഒരുമിച്ച് പാടാം.
കൃപ തന്നു നടത്തണമേ എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം.
താങ്ക് യു സിസ്റ്റർ. വളരെ മനോഹരമായ 2 പാട്ട് നമുക്ക് കേൾക്കാനിടയായി. ദൈവസ്നേഹത്തെ കുറിച്ച് ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ, ആ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന അതിമനോഹരമായ പാട്ട് സിസ്റ്റർ അതിമനോഹരമായി തന്നെ പാടി. അതുപോലെ കൃപ തന്ന് നടത്തണമേ, കർത്താവിനോട് നമ്മൾ ഇപ്പോഴും അപേക്ഷിക്കുന്ന കാര്യമാണ്. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പാടിയെങ്കിൽ കർത്താവിന്റെ കൃപ തരണമേ ഓരോ ദിവസവും മുന്നോട്ട് പോകണമെങ്കിൽ എന്നാണ് ആ പാട്ടിന്റെ എല്ലാ വരികളും. നമുക്ക് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇതുപോലെ അനേകം അവസരങ്ങൾ പ്രിയ സിസ്റ്ററിന് ലഭിക്കട്ടെ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ, പാട്ടിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അനേകർക്കും ആശ്വാസമായി തീരുവാനുമായിട്ട് കർത്താവിന്റെ കരങ്ങളിൽ ഇനിയും എടുത്ത് ഉപയോഗിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഇനി നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ ഇത്രയും ദിവസം 1 മാസത്തോളം പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരുന്ന കാര്യമാണ് മെസ്സേജിലേക്ക്. നമ്മൾക്ക് കർത്താവിന്റെ വചനം എന്ന് പറയുന്നത് ജീവനും ചൈതന്യവും ഉള്ളതാണ്. ആ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന വചനമാണ്. ഇന്ന് നമുക്ക് ആ വചന കേൾവിക്കായി നമുക്കത് അനുഗ്രഹമായി തീരുവാനായിട്ട് പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. ഇന്ന് നമ്മളോട് വചനം സംസാരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ പ്രിയ സഹോദരി ഷൈനി സിസ്റ്റർ ആണ്. നമുക്കറിയാം നമ്മുടെ അഡ്മിൻസിൽ ഒരാളാണ്. അതുപോലെ ക്രിസ്തീയ സഹോദരിയിലെ എഴുത്തുകാരിയാണ്. അതുപോലെ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അനേക ശുശ്രൂഷകൾ പല സ്ഥലത്തും അവർ കുടുംബമായി ചെയ്യുന്നു. അനേക കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. പ്രിയ സഹോദരിയെ വചന ശുശ്രൂഷയ്ക്കായി സ്നേഹത്തോടെ ആദരവോടെ സിസ്റ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഷൈനി തോമസ്. ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഒരു മാസത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ നമുക്ക് കണ്ടുമുട്ടുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഈ 7-ാം മാസത്തിന്റെ ആദ്യത്തെ ദിവസം കർത്താവ് നമ്മളെ എല്ലാവരെയും പരിപാലിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകി തന്ന ക്രിസ്തീയ സഹോദരിയോടുള്ള നന്ദി ആദ്യമേ പറയുകയാണ്. ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് കുറച്ച് വൈഷമ്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കാരണം അത് പറയുവാൻ ഞാൻ എത്രത്തോളം യോഗ്യതയുണ്ട് എന്ന് പോലും എനിക്കറിയില്ല. എന്നാലും കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ഇവിടെ ഇരിക്കുന്നു. എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കണം. അല്പം നെറ്റ് ഇഷ്യൂസ്, അല്പം ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ കുറെ ഇഷ്യൂസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിന്റെ ഹിതം എങ്ങനെയാണോ അങ്ങനെ നടക്കട്ടെ. ഞാൻ എന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥനയിൽ എന്നെ വഹിക്കണമേ എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ ലവ്ലി ചേച്ചി, ഈ ഹോളിനെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളൊരു വിഷയം എടുക്കണം. അത് ഹോളിനെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം ജീസസ് ക്രൈസ്റ്റ് ഇസ് ഹോളി, അല്ലെ? ദൈവം വിശുദ്ധനായിട്ടുള്ള ദൈവമാണ്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ചേച്ചി അത് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് എങ്ങനെ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുത്താൻ കഴിയും എന്നതുകൂടി ഒന്ന് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതാണ് എന്നെ കൂടുതൽ വിഷമസ്ഥിതിയിലേക്ക് ആക്കുന്നത്. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പറയാനും പഠിപ്പിക്കാനും ഭയങ്കര ഈസിയാണ്. പക്ഷെ അത് പ്രായോഗികത്തിൽ കൊണ്ടുവരുത്താനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള, അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ഇടുക്ക് വഴിയിലൂടെ സ്വർഗത്തിൽ കടക്കുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പോ ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ എന്നിൽ ഒരുപാട് കുറവശങ്ങളുണ്ട്. ഞാൻ കർത്താവിനോട് ക്ഷമ ചോദിക്കുന്നു. എന്നാലും ഞാൻ അതിന്റെ ഒരു എന്നെക്കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഒരു ജനനം കൊണ്ടതിന്റെ എല്ലാ വിശുദ്ധിയെക്കുറിച്ചും നമുക്കറിയാം, അല്ലെ? വിശുദ്ധിയിലേക്കുള്ള വഴിയുടെ ആരംഭം തന്നെ ഒരു വ്യക്തിയുടെ ഇപ്പൊ നമ്മള് മനുഷ്യൻ എന്നുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നോക്കുമ്പോൾ അവന്റെ ജനനം മുതൽ തന്നെയാണ് അതിന്റെ ആരംഭം. അപ്പം ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യ ആയുസിന്റെ വിശുദ്ധിയാണ് നമ്മള് ഇന്നിവിടെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയുള്ള ജീവിതം ആണ് നമുക്ക് മുമ്പിൽ നൽകി തന്നിട്ടുള്ളത്. നമുക്കറിയാം ഈ വിശുദ്ധിയെ കുറിച്ചുള്ള ക്ലാസ്സുകളിലേക്ക് വരുമ്പോ തന്നെ നമ്മളെല്ലാം ബ്രദറുകാരും ബൈബിൾ അത്രയും നല്ല രീതിയിൽ പഠിച്ചിരിക്കുന്ന ആൾക്കാരും ആയതുകൊണ്ട് ഏത് വാക്യായിരിക്കും ഈ സിസ്റ്റർ ആദ്യം എടുത്ത് വായിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അല്ലെ? ഏത് വാക്യായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ, ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് പറയാവോ ഏത് വാക്യായിരിക്കും എന്ന്? Be holy as I am holy. ഞാൻ വിശുദ്ധനായ നിങ്ങൾ വിശുദ്ധരായിരിക്കും.
നിങ്ങൾ അല്ലെ, ഒന്ന് ലേവ്യ പത്രോസ് പുസ്തകത്തിലുണ്ട്. ഒന്നിന്റെ ഒന്ന് പത്രോസ് 1:14, 15 മേലുള്ള വാക്യത്തിനകത്തുണ്ട്. എന്നാൽ ഇത് പഴയ നിയമത്തിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പറയാവോ? ലേവ്യ പുസ്തകത്തിലുണ്ട്. ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യത്തിലുണ്ട്. 14:19 ലേവ്യ പുസ്തകം 19:2 അങ്ങനെ അവിടെ തുടങ്ങി ഇങ്ങോട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ് വന്നതിന് ശേഷം ന്യൂ ടെസ്റ്റ്മെന്റിൽ വരുമ്പോഴും അത് തന്നെ കർത്താവ് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. അപ്പം ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾക്ക് അറിയാം. എന്നാലും അതിന്റെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു പോകണം എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ജനനം വിശുദ്ധ ജനനമായിരുന്നു. കന്യക ഗർഭം ധരിച്ച് യേശുക്രിസ്തുവിന്റെ ജനനം അങ്ങനെയായിരുന്നു. അത് എല്ലാ കാലത്തും, അത് ആ കാലത്തിൽ മാത്രമല്ല ഈ കാലത്തിലും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാലത്തിൽ പോലും അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതായത് കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അല്ലെ? ആ ഒരു സ്ഥിതി അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അവിടെ ദൈവം തന്റെ ജനനം ചൂസ് ചെയ്തത് കൊണ്ട് മാത്രം സംഭവിച്ചാണ്. അത് ദൈവീകതയാണ് അല്ലെ? നമുക്കറിയാം ദൈവത്തിന്റെ ഹിതം നിറവേറുവാനായിട്ട് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയിൽ കൂടി മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് നമ്മുടെ ജനനമോ മരണമോ ഒന്നും ചൂസ് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല അല്ലെ? അപ്പൊ ഇവിടെ ഈ വിശുദ്ധനായിട്ടുള്ള ദൈവം തൻ്റെ ജനത്തിനു വേണ്ടിയിട്ട് ഒരു പിറവി എടുക്കുകയാണ്, ഒരു വിശുദ്ധ ജനനം എടുക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ഈ ഭാഗം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത 1-2 കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തില് അതിന്റെ ജീനിയോളജി, യേശുക്രിസ്തുവിന്റെ വംശാവലിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അബ്രഹാം മുതൽ ജോസഫ് വരെയാണ് പറഞ്ഞിരിക്കുന്ന ജീനിയോളജി അല്ലെ? അബ്രഹാം മുതൽ ജോസഫ് വരെ പറഞ്ഞിരിക്കുന്ന ജീനിയോളജി അല്ലെങ്കിൽ വംശാവലിയാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തില് നമ്മൾ കാണുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? 16-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ലൈൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. ഭയങ്കര ഭംഗിയാണ് ആ വാക്കിന് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ പഴയ നിയമകാലം മുതൽ ഇപ്പോഴും ആണെങ്കിലും സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇതായിരുന്നെങ്കിൽ എന്നും മറിയയുടെ വംശാവലി ആയിരുന്നിരിക്കും ഇങ്ങനെ വരിക അല്ലെ? അങ്ങനെ ഉണ്ടാവാനായിരുന്നു സാധ്യത. പക്ഷെ അതില്ലാതെ പോയത് കൊണ്ട് മാത്രം അവിടെ നോട്ട് ചെയ്യപ്പെടുകയാണ്, അവളിൽ നിന്ന് യേശു എന്ന ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അബ്രഹാം മുതൽ ജോസഫ് വരെയുള്ള ഒരു വംശാവലിയാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ കാണുന്നതെങ്കിൽ ലൂക്കോസിന്റെ വിവരണത്തിൽ കാണുന്നത്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 24 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ കാണുന്നത്, അവൻ യോസഫിന്റെ മകൻ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴോട്ട് കൊടുത്തിരിക്കുന്നത് ജോസഫ് മുതൽ ആദം വരെയുള്ള ഒരു വംശാവലിയുടെ കാര്യമാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ആഡം ദ സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രൻ. അപ്പം ദൈവത്തിന്റെ പുത്രനിൽ നിന്ന് ദൈവത്തിന്റെ പുത്രനിലേക്കുള്ള ഒരു അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു പ്രവൃത്തി അല്ലെ? ഒരു ജനനം. അത് അത്രയും വിശുദ്ധമാണ്. അപ്പം ദൈവം ജനിപ്പിച്ച ആദം എന്ന ദൈവത്തിന്റെ പുത്രനിൽ നിന്ന് ദൈവം തന്നെ പുത്രനായി അവതരിച്ച അത്രയും വിശുദ്ധമായിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു ജനനം, അതാണ് യേശുക്രിസ്തുവിന്റെ ജനനം. എന്നാൽ ഈ ജനനത്തിന്റെ ഭംഗിയും ഈ ജനനത്തിന്റെ വിശുദ്ധിയും എല്ലാം നമുക്കറിയാം. ഒരു മാനുഷികമായിട്ടുള്ള ഒരു കൈവെപ്പോ ഒന്നുമില്ലാത്ത ഒരു ജനനം, പരിശുദ്ധാത്മാവിൽ ജനനം കൊണ്ട ഒരു ജനനം അല്ലെ? അതുകൊണ്ട് മാത്രമാണ് അത് അത്രയും വിശുദ്ധമായി ഒരു ജനനമായി നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ കൂടി കഴിയുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്കറിയാം എല്ലാ മനുഷ്യരും പാപികളാണ്. ആദം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാം പാപികളാണ്. അപ്പോൾ ആ പാപത്തിന്റെ ഫലമായിട്ട് ഒരാളായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ആളിനെ അങ്ങനെ നമുക്ക് ദൈവമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് യാതൊരു മാനുഷിക കൈകടത്തലുകളും ഇല്ലാത്ത രീതിയിൽ അസാധ്യതകളെ സാധ്യതകളിലേക്ക് മാറ്റി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനനം കൊണ്ടത്. അപ്പൊ ജനനം ചൂസ് ചെയ്ത് വന്നത് ദൈവത്തിന്റെ ദൈവീകത, യേശുക്രിസ്തുവിന്റെ ദൈവീകതയാണ്. എന്നാൽ മനുഷ്യന് അത് ഇല്ല അല്ലെ? പക്ഷെ
മനുഷ്യന് ചൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണ്? മനുഷ്യൻ ജനിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ജനിക്കാനായിട്ടുള്ള ഒരു ചോയ്സ്, അല്ലെ? അത് നമുക്ക് എപ്പോഴും ദൈവം തന്നിട്ടുള്ളതാണ്. ആ ചോയ്സ് നമ്മുടെ ജീവിതകാലത്തിൽ, നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള സമയത്തിൽ നാം എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോയ്സ് ആയിട്ട് നമുക്ക് മുമ്പിൽ ഉണ്ട്. അപ്പം ഈ ആ കാലഘട്ടത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തെ ഞാൻ അവിടെ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഈ പുതിയ തലമുറയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തെ തലമുറ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങളെ സമീപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. അതിന് ഒരു ചെറിയൊരു 2-3 വാചകത്തിൽ ഞാനൊന്ന് കോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചാവേളയിൽ ഇങ്ങനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഏറ്റവും അധികം ഫെർട്ടിലൈസേഷൻ സാധ്യതയുള്ള ഏജ് എന്ന് പറയുന്നത് 20 to 30 ആണ്. 20 to 30 ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ഒരു പിറവി എടുക്കാനായിട്ടുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമയം അതാണ് എന്ന് പറയുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിയിലേക്ക് പോകുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? ഭയങ്കര എന്താ പറയുന്നത്, നമ്മളാരും ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുതിയ തലമുറ, അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അവർ ചെയ്യുന്നത് എഗ് ഫ്രീസിങ് എന്നൊരു പരിപാടി ഉണ്ട്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഈ ടൈമില് അവര് എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അവരുടെ ജോലി കാര്യങ്ങളും തിരക്ക് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു സമയം എത്തുമ്പോൾ അവര് അത് വീണ്ടും ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ അത് വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു രീതി. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കണം, ഒരു 2 വ്യക്തികളുടെ പരസ്പരം അറിയലിലൂടെ വിശുദ്ധിയിൽ പിറവിയെടുക്കേണ്ട ഓരോ ജന്മങ്ങളുമാണ് ഇന്ന് ഈ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ജനനം കൊള്ളുന്നത്. അതിൽ തന്നെ അതിന്റെ വിശുദ്ധിയുടെ ഓരോ വ്യക്തിയുടെയും പിറവിയുടെ വിശുദ്ധി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാല് കർത്താവ് പറയുന്ന ഒരു വിശുദ്ധിയുണ്ട്, അല്ലെ? ദൈവം നമ്മളുടെ പിറവിയെ കുറിച്ച് പറയുന്ന ഒരു വിശുദ്ധിയുണ്ട്. എന്താണത്? സാംസ് 139 14 to 16 നമ്മൾ കാണുന്നു. സങ്കീർത്തനങ്ങൾ 139 14 മുതൽ 16 വരെയുള്ള വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കരവും അതിശയകരവുമായി നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നവനായ ദൈവം, അല്ലെ? നമ്മളെ എങ്ങനെയാ സൃഷ്ടിച്ചേക്കുന്നത്? ഭയങ്കരവുമായി അതിശയകരവുമായിട്ട് നമ്മളെ സൃഷ്ടിച്ചേക്കുന്ന ദൈവം. അതേപോലെ തന്നെ അതിന്റെ തൊട്ട് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ, വെൻ ഐ ആം ഇൻ ഫോംലെസ് സബ്സ്റ്റൻസ്. അപ്പം ഞാൻ പറഞ്ഞു 2 വ്യക്തികൾ പരസ്പരം ഏറ്റവും നന്നായി അറിയുന്നതിലൂടെ ജനിക്കേണ്ട വിശുദ്ധ ജനനമാണ്. എന്നിരുന്നാൽ തന്നെ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് വിശുദ്ധമാക്കപ്പെടുന്നത് ഈ ഒരു പ്രക്രിയയിലൂടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫോംലെസ് ക്രിയേഷൻ, അല്ലെ? ഒരു പിണ്ഡാകാരമായിരുന്നപ്പോൾ, ഒരു ഫോമും ഇല്ലാതിരുന്ന സമയത്ത് നമ്മളെ കണ്ട ദൈവം. അപ്പം അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജനനത്തിന്റെ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പാപ സ്വഭാവത്തിന്റെ അടിമകളായിരുന്നു. നമ്മളെല്ലാവരും പാപികളായിട്ടാണ് ജനനം കൊള്ളുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ പിറവിയിൽ ഒരു അമൂല്യതയുണ്ട്. ആ അമൂല്യതയാണ് നമ്മൾ എന്ന ഓരോ വ്യക്തിയെയും മൂല്യമുള്ളവരാക്കി തീർക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ലൈഫിനൊക്കെ വാല്യൂ വരുന്നത്. വാല്യൂ വരുന്നു കഴിയുമ്പോഴാണ് നമ്മൾ ചേഞ്ച് ആവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ വാല്യൂ ഇല്ലാത്ത കുറെ ആളുകളെ നമ്മുടെ ചുറ്റുപാടും കാണും. വാല്യൂ ഇല്ലാത്ത കുറെ ആളുകൾ നമ്മളുടെ ഇടയിൽ സംസാരിക്കും. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫ് എത്രമാത്രം വാല്യുബിൾ ആണ്. എന്തുകൊണ്ട് വാല്യുബിൾ ആയി? നമ്മൾ പാപികളായതുകൊണ്ടല്ല, നമ്മളെ ഫോംലെസ് ആയിരുന്നപ്പോൾ കണ്ട ഒരു ദൈവമുണ്ട്. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ സൃഷ്ടിയിലാണ് ഞാൻ വിശുദ്ധമായിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ട് തീരുന്നത്. ദൈവത്തിന്റെ കണ്ണുകളിൽ, മനുഷ്യന്റെ കണ്ണുകളിലല്ല, ദൈവത്തിന്റെ കണ്ണുകളിൽ എന്റെ സൃഷ്ടി വിശുദ്ധമാണ്, അല്ലെ? അപ്പൊ ദൈവം അറിയാതെ ഈ ഒരു വ്യക്തിയും ഈ ഭൂമിയിലേക്ക് ജനനം എടുക്കുന്നില്ല. പക്ഷെ പലരും ആ ജനനത്തിന്റെ പ്രത്യേകത പോലും മനസ്സിലാക്കാതെയാണ് ദൈവത്തെ അറിയാതെയും ഈ ലോകത്തിന് പ്രകാരം തങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുന്നത്. അതുകൊണ്ടാണ് പലരും പല തെറ്റുകളിനകത്തേക്കും പെട്ടുപോകുന്നത്. ഓക്കെ, ഇനി ഈ ജനനത്തിന്റെ കാര്യത്തെ ഞാൻ അവിടെ നിന്ന് നിർത്തിയിട്ട് വളർച്ചയുടെ ഒരു കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് യേശു കർത്താവ് വളർന്നു വന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. യേശു കർത്താവിന്റെ വളർച്ചയിൽ നമ്മൾ കാണുന്നു എങ്ങനെ അവൻ വളർച്ചയിൽ ജ്ഞാനത്തിലും ദൈവത്തിന് മനുഷ്യരുടെയും കൃപയിലും
മുതിർന്നു വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ യേശു കർത്താവിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത് എന്നാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ലൈഫ് ബർത്ത് ആണ് കണ്ടത്. ഇനി നമ്മൾ അവന്റെ ക്യാരക്ടർ എങ്ങനെയാണ് മോൾഡ് ചെയ്യപ്പെട്ടത് എന്ന് കാണണം. അപ്പം ഈ നമ്മൾ പറയുന്നു യേശു കർത്താവിന്റെ വളർച്ചയിൽ അവൻ വളർന്നപ്പോൾ അവൻ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പം എങ്ങനെയാണ് താൻ യേശു കർത്താവ് ഈ ലോകത്തിൽ തന്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ നിയോഗം മറക്കാത്ത ഒരു ബാല്യമായിരുന്നു അല്ലെ. തന്റെ നിയോഗം മറക്കാത്ത ഒരു ബാല്യകാലമാണ് തനിക്ക് അവിടെ ബിൽഡ് ചെയ്യുവാനായിട്ട് സഹായിച്ചത്. നമുക്കറിയാം ഈ യെരുശലേമിൽ വെച്ച് മറിയയും യോസഫിനോടും കൂടെ ആ യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ശിശുവായിരിക്കുന്ന ഒരു യേശുവിനെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ വെച്ച് ഈ 2 ദിവസം വഴിയാത്ര ചെയ്ത് വന്നു കഴിയുമ്പോഴാണ് മറിയയും യോസഫും തിരിച്ചറിയുന്നത് യേശു തങ്ങളുടെ കൂടെ ഇല്ല എന്ന്. അപ്പൊ അവർ ചോദ്യവുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അല്ലെ. കുറെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്താ അവർ ചോദിക്കുന്നത്? നീ എന്തിനാ ഇത് ഞങ്ങളോട് ഇത് എന്തിന് ചെയ്തു എന്ന് യേശു കർത്താവിനോട് ചോദിക്കണം. ആക്ച്വലി ഈ ചോദ്യം അവനല്ലേ തിരിച്ചു ചോദിക്കേണ്ടത് അല്ലെ. യേശു കർത്താവല്ലേ ഈ ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടത്. എന്നെ ഇട്ടിട്ട് എന്തിനാ പോയതെന്ന് അല്ലെ. കൊച്ചു കുഞ്ഞിനെ ഇട്ടിട്ട് ആരെങ്കിലും പോവോ? പക്ഷെ ഇവിടെ യേശു കർത്താവല്ല ചോദിക്കുന്നത്, മറിയയാണ് അവരോട് ചോദിക്കുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ യേശു കർത്താവിന്റെ വളർച്ചയിൽ അവിടെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ. അപ്പം ബാല്യത്തിൽ തന്നെ യേശു കർത്താവ് തിരിച്ചറിഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, തന്റെ നിയോഗം എന്താണെന്നുള്ളത്. ഓക്കെ. അതിനുശേഷം നമ്മൾ 51-ാമത്തെ വാക്യത്തിലേക്ക്, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 51-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട് അവൻ പിന്നീട് വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു എന്ന് നമ്മൾ കാണുന്നു. 51-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 51-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു അവൻ അവർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പോ എങ്ങനെയാണ് ബാല്യം അവൻ ചിലവഴിച്ചത്, അല്ലെങ്കിൽ ബാല്യത്തിൽ അവൻ എങ്ങനെയായിരുന്നു? ഓഫ് കോഴ്സ് യേശു കർത്താവ് പരിപൂർണമായിട്ടും ദൈവമാണ്, പരിജ്ഞാനത്തിന്റെ ഒന്നും കുറവുള്ള വ്യക്തിയല്ല. എന്നിട്ടും എന്തിനാണ് അങ്ങനെ കീഴടങ്ങിയിരുന്ന് ആ കാര്യം നമ്മളെ കാണിച്ചു തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ നമ്മളുടെ പേരക്കുഞ്ഞുങ്ങളോടോ ഒക്കെ റോൾ മോഡലാക്കി കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഉള്ളത് കൊണ്ടാണ്. അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അല്ലേ. ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരുപാട് പ്രോബ്ലംസിലൂടെ ഒക്കെ ആയിരിക്കും ഒരു കുഞ്ഞിനെയൊക്കെ ദൈവം ദാനമായിട്ട് കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ അതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊക്കെ പണ്ട് പറയാറുണ്ട്, എന്താണ്, തലയിൽ വെച്ചാല് പേനരിക്കും, നിലത്ത് വെച്ചാല് ഉറുമ്പരിക്കും. അത് പണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അതൊന്നുമല്ല, വേർഷൻ മാറി. സ്റ്റാറ്റസിന് മാറിയിട്ടില്ല, പക്ഷെ വേർഷൻ മാറി. ഒരു കാര്യമുണ്ട്, അവര് പോയിട്ട് അപ്പനും അമ്മയും പോയിട്ട് മക്കളോട് പറയും, മോനെ ഇന്ന് എന്നാ വേണ്ടത് പറ, അത് ഉണ്ടാക്കി തരാം. അല്ലെ നിനക്ക് എന്താ വേണ്ടത് പറ, അത് ഞങ്ങൾ തരാം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് ഇന്നത്തെ മാതാപിതാക്കൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പം ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫിൽ നിന്ന് ചൈൽഡ് സെന്റേർഡ് ലൈഫിലേക്ക് ഓരോ വ്യക്തികളുടെയും മാറ്റം നമുക്ക് ഈ നാളുകളിൽ വളരെയധികം കാണുവാനായിട്ട് കഴിയും. ഓരോ കുടുംബത്തിന്റെയും മാറ്റം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓരോ കുടുംബത്തിലും ക്രൈസ്റ്റ് സെന്റേർഡ് ഫാമിലീസ് ആയിരുന്നു, പക്ഷെ ഇന്ന് അത് ചൈൽഡ് സെന്റേർഡ് ഫാമിലീസ് ആയിട്ട് മാറുകയാണ്. കാരണം ഒന്നേ ഉള്ളൂ, വളരെ ബുദ്ധിമുട്ടി, ചിലപ്പം ഒരുപാട് വർക്ക് പ്രഷറിന്റെ അകത്തൂടെ കടന്നുപോയി, PCOD കടന്നുപോയി, ഫൈബ്രോയിഡ് യൂട്രസ്, ഹോർമോണൽ ഇഷ്യൂസ്, അങ്ങനെ വേണ്ട സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ഒക്കെ കഴിഞ്ഞ് ചിലപ്പം കിട്ടുന്ന ഒരേ ഒരു തരിയായിരിക്കും. പക്ഷെ അതിനെ അവര് കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇതേപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, ക്രൈസ്റ്റ് സെന്റേർഡിൽ നിന്ന് ചൈൽഡ് സെന്റേർഡ് കുടുംബങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് പലരും കൗൺസിലിങ്ങിന് വരുമ്പം പറയുന്ന കേട്ടിട്ടുണ്ട്, എന്റെ മാഡം മൊബൈല് താത്തു വയ്ക്കത്തില്ല, കയ്യിൽ നിന്ന് മൊബൈല് താത്തു വയ്ക്കത്തില്ല, മൊബൈലിന് അഡിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു തലമുറയെ കുറിച്ച് പറയാറുണ്ട്. ആർക്കാണ് ആരാണ് അവർക്ക് മൊബൈല് കൊടുത്തത്? അയൽപക്കത്തെ വീട്ടുകാരാണോ അവർക്ക് മൊബൈൽ കൊടുത്തത്? അല്ല, നമ്മൾ തന്നെയാണ്. നമ്മളെന്ന പേരൻസ് തന്നെയാണ് അവർക്ക് മൊബൈൽ വാങ്ങി കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്,
അവരതിന് അഡിക്റ്റ് ആയിന്ന്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, കാരണം അവർക്ക് അറിയത്തില്ല. അവരുടെ അറിവിന്റെ നാളുകളിലേക്ക് അവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ഈ സാധനം. എന്നിട്ട് അവർ വന്ന് പറയാണ് മൊബൈലിന് അഡിക്റ്റ് ആയി. അങ്ങനെ പറയാനായിട്ട് പാടില്ല കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. ചില വീടുകളിൽ ഭയങ്കര, ഞാൻ ഈ പാരന്റിങ്ങിന്റെ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടാവും, ഭയങ്കര പെർമിസീവ് പാരന്റിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ വേറെ ചില ആൾക്കാർ ഭയങ്കര ക്രിട്ടിക്കൽ പാരന്റിങ് ആണ്. അവർക്ക് ഇങ്ങനെ കൃത്യസമയം ഉണ്ടാവും. 6 മണി തൊട്ട് 7 മണി വരെ മൊബൈൽ ടൈം ആണെങ്കിൽ 6 മണി മുതൽ 7 മണി വരെ അവർക്ക് അത് കൊടുത്തിരിക്കും. ഭയങ്കര കണിശക്കാരായിട്ടുള്ള ആൾക്കാർ. ഭയങ്കര നല്ലതാ കേട്ടോ. പക്ഷെ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ഈ 6 മണി തൊട്ട് 7 മണി വരെ ചർച്ചിൽ നിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവർ മുഖം നോക്കത്തില്ല, അവര് ഇറങ്ങി വന്ന് ഒന്ന് വിഷ് ചെയ്യത്തില്ല, അവര് വന്ന് സംസാരിക്കത്തില്ല. കാരണം അവർക്ക് കറക്റ്റ് അറിയാം ഈ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം മാത്രമേ അവർക്ക് മൊബൈൽ കിട്ടത്തുള്ളൂ. ആ സമയത്ത് അവർ ലോകം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും അതിന്റെ മുമ്പിൽ എഴുന്നേക്കത്തില്ല. എങ്ങനെയാണ് നമ്മൾ മോൾഡ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ? എങ്ങനെയാണ് നമ്മൾ അവരെ ക്രിസ്തു വളർന്നു വന്നതുപോലെ മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവരായി, ജ്ഞാനമുള്ളവരായി നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരിക? നമ്മൾ ആലോചിക്കണം. നമ്മൾ മുഖാന്തരം നശിച്ചു പോകുന്ന ഒരു തലമുറയാണോ നമ്മൾ വാർത്തെടുക്കേണ്ടത്? അതോ പകരം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ജ്ഞാനത്തിലും വളർച്ചയിലും മുതിർന്നു വരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ വാക്യത്തിന്റെ അവസാനം പറഞ്ഞേക്കുന്നത് ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വരണം. അതിനൊരു ഇൻക്രീസിംഗ് ഉണ്ട്, ഒരു ഇൻക്രീസിംഗ് ലെവൽ ഉണ്ട്. ആ ഇൻക്രീസിംഗ് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരുത്തണം. എങ്കിൽ മാത്രമേ അത് വിശുദ്ധ ജനനമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം, ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാവരും വിശുദ്ധ ജനനം കൈക്കൊണ്ടവരാണ്. വിശുദ്ധ ജനനത്തിലൂടെ നമ്മൾ ജനിക്കപ്പെട്ടവരാണ്. നമ്മൾ പാപികൾ സ്വഭാവം നമ്മളിലുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ജനനം അത്രയേറെ വിശുദ്ധമാണ്. എന്നാൽ നമ്മൾ എന്താണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നമുക്കറിയാം, രണ്ട് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നയമാന്റെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അല്ലെ? ആ പെൺകുട്ടിക്ക് വിശുദ്ധമായ ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു. എന്താണ് ആ ജ്ഞാനം? ജീവനുള്ള ഒരു ദൈവം ഉണ്ട്. എന്താണ്? ശമര്യയിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ യഹോവ നിന്നെ സൗഖ്യമാക്കും. അപ്പം അവൾ വളരെ ചെറുതാണ്, വളരെ ചെറിയൊരു പെൺകുട്ടിയാണ്. അവൾക്ക് എവിടെ നിന്നാണ് ഈ ജ്ഞാനം കിട്ടിയത്? അവളുടെ ഭവനത്തിൽ നിന്നാണ്. അവളെ ക്യാപ്റ്റീവായിട്ട് അടിമയായിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണെങ്കിലും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ 10-15 വയസ്സൊന്നും ഇരിക്കട്ടെ, ബാലിക എന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഒരു 12 വയസ്സിൽ താഴെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുക. അപ്പൊ ഈ 12 വയസ്സിൽ താഴെ അവളിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദൈവീക ജ്ഞാനം കൊടുക്കാൻ ആ പേരൻസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പാരന്റിങ് ആണെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെക്കുറിച്ച്, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ഒരാളോടെങ്കിലും പറയാനായിട്ട് നമ്മൾ പ്രാപ്തരാക്കി എടുക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെ? അതിന് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ പാരന്റിങ് ഭയങ്കര ഫെയിലിയർ ആണ്. കാരണം നമ്മൾ എനിക്കറിയാം, ഇപ്പോ എന്നെ കേൾക്കുന്നവരിൽ ഒരു 35 to 50 അല്ലെ 35 എബോവ് ഉള്ളവർക്കറിയാം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ക്രിസ്തുവിനെ അറിഞ്ഞു വന്നത് എന്നുള്ളത് അറിയാം, അല്ലെ? എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളിലേക്ക് സുവിശേഷം എത്തിയതെന്ന് നമുക്കറിയാം. ആ തീഷ്ണതയും ആ വാല്യൂവും നമ്മൾ അതിന് കൊടുക്കുന്നതുകൊണ്ടാണ് ഇന്നും പലരും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഈ ബൈബിളും പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്താണ്? ഇത് സത്യവചനമാണെന്ന് പറഞ്ഞ് പോകുന്നത്, അല്ലെ? അപ്പം ഈ വിശുദ്ധമായിട്ടുള്ള ഈ സത്യവചനം പിടിച്ചുകൊണ്ട് പോകുന്നതിന്റെ തീഷ്ണത നമ്മൾ നമ്മുടെ മക്കളിലേക്ക് പകരേണ്ടതായിട്ടുള്ള ആവശ്യമില്ലേ? അങ്ങനെ പകർന്നു കഴിഞ്ഞാൽ നഹ്മാന്റെ വീട്ടിലെ പെൺകുട്ടി പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും ചെന്ന് മറ്റുള്ളവരുടെ അടുത്ത് പറയില്ലേ, ജീവനുള്ള ഒരു ദൈവമുണ്ട്, അവനിലേക്ക് വരിക എന്ന് പറയില്ലേ? അവൻ ഒരുത്തനെങ്കിലും കൂട്ടിക്കൊണ്ടു വരുത്താനായിട്ട് അവന് സാധിക്കില്ലേ? സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരാള് പുതിയ നിയമത്തില് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 5 അപ്പവും 2 മീനും കയ്യിലുണ്ടായിരുന്ന ഒരാൾ, അല്ലെ? അപ്പൊ അവനെ കുറിച്ചും പറയുന്നത് ഇവിടെ ഒരു ബാലനുണ്ട്, അല്ലെ? അപ്പൊ അവനും ഏകദേശം ഈ ഒരു ഏജിലുള്ള ഒരു ബാലനാണ്. ഈ ഒരു ബാലൻ എന്തായാലും 5 അപ്പവും 2 മീനും ഒന്നും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവന്റെ അമ്മ അറിഞ്ഞുകൊണ്ട് അവന്റെ കയ്യില് കുറച്ചധികം കൊടുത്തുവിട്ടാണ്. പക്ഷെ കൊടുത്തുവിട്ടാൽ മാത്രം അത് പകരാനായിട്ട് പറ്റത്തില്ല. മറിച്ച് എന്താണ് സാധിക്കുക? അവൻ പകരാൻ അവന് സാധ്യതയുണ്ടെങ്കിൽ അവൻ അത് പകർന്നിരിക്കണം എന്ന് ഒരു അറിവ് കൂടി അവന്റെ ഭവനത്തിലുള്ളവർ അവന് കൊടുത്തുവിട്ടത് കൊണ്ടാണ് അവൻ അവന്റെ കയ്യിലെത്തിയത് മറ്റുള്ളവരിലേക്ക് കൊടുത്തത്, അല്ലെ? ഇന്നത്തെ കാലത്തെ പാരന്റിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഭയങ്കര നല്ല പാരന്റിങ് ആണ് കേട്ടോ. എന്താ പറഞ്ഞു വിടുക?
നമ്മളുടെ കുട്ടികളോട് എന്താ പറഞ്ഞേ? നീ ആരുടെ സാധനം ഒന്നും എടുക്കാൻ പോകരുത് കേട്ടോ. നീ ആരുടെ സാധനം ഒന്നും എടുക്കാൻ പോകരുത്. വേറൊരു കാര്യം കൊണ്ട്, നിന്റേതും ആർക്കും കൊടുക്കാൻ പോകരുത്. നീ നിന്റേത് ഉപയോഗിച്ചോ, ഭയങ്കര നല്ല കാര്യാട്ടോ. നീ നിന്റേത് ഉപയോഗിച്ചോ, നീ വേറെ ആരുടെ എടുക്കാനും പോകരുത്, നിന്റേത് വേറെ ആർക്കും കൊടുക്കാനും പോകരുത്. ഈ 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന ബാലന് ഈ ഒരു സിറ്റുവേഷനിൽ വളർന്നു വന്ന ആളായിരുന്നെങ്കിൽ അന്ന് ആ അത്ഭുതം അവിടെ നടക്കുകയില്ലായിരുന്നു. ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ എന്തുകൊണ്ടാണ് നടക്കാത്തത്? നമ്മൾ പകരാനായിട്ട് പഠിപ്പിക്കുന്നില്ല. നമ്മൾ പകരാനായിട്ട് പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട്, പുതിയ തലമുറയുടെ ഇടയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മളൊരു കാര്യം കൂടെ പഠിപ്പിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ, സ്വന്തം കാലിൽ നിൽക്കണം. പണം ഉണ്ടായാൽ മതി, ബാക്കിയൊക്കെ നിന്റെ അടുത്തേക്ക് വന്നോളും. ഈ പണവും പ്രശസ്തിയും പദവികളും മാത്രമാണ് ഇന്നത്തെ തലമുറയിലേക്ക് നമ്മളെ പോലെയുള്ള പേരൻസ് പകർന്നു കൊടുക്കുന്നത്. കാരണം അവരിലേക്ക് എത്തിക്കാനായിട്ട് ദൈവവചനം പോലും അവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. മറിച്ച് അവരിലേക്ക് പണവും പ്രശസ്തിയും മാത്രമാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും കൂടെ തിരിഞ്ഞു ചിന്തിക്കാം. നമ്മുടെ എല്ലാവരുടെയും പേരന്റിങ്, നമ്മുടെ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ, നമ്മുടെ പേരക്കുഞ്ഞുങ്ങൾ, നമ്മുടെ കൊച്ചു കൊച്ചു സഹോദരി സഹോദരന്മാർ, അവരെ നമ്മൾ എങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇന്ന് ഒന്നും കൂടെ ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതെടുക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് യേശു കർത്താവിന്റെ വാക്കുകളും അവന്റെ വേലകളും, വർക്ക്സ് ആൻഡ് വേർഡ്സ് എന്നാണ് ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം യേശു കർത്താവ് ഓരോ സ്ഥലത്തും പറഞ്ഞിരുന്ന വാക്കുകൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എന്താണ് കാണുന്നത്? അവന്റെ വാക്ക് കേട്ടവർക്ക് ആശ്ചര്യപ്പെട്ടു, അല്ലെ? അവന്റെ വാക്ക് കേട്ടവര് ആശ്ചര്യപ്പെട്ടു. അപ്പൊ ഇത് ഒരിടത്ത് മാത്രമല്ല, വേറെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ആ യെരൂശലേം ദേവാലയത്തിൽ ഇരുന്ന് പറഞ്ഞപ്പോഴും അവര് പറയുന്നുണ്ട്, അവരെല്ലാം വിസ്മയിച്ചു പോയി. അന്ന് ബാലനാണ്. ആ ബാലനായിരിക്കുന്ന യേശു കർത്താവിന്റെ വാക്കുകൾ കേട്ട് അവര് വിസ്മയിച്ചു. മറ്റ് പലയിടത്തും ഇത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ യേശു കർത്താവിന്റെ വാക്കുകൾ കേട്ടവർക്കെല്ലാം വിസ്മയമുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെ ആശ്ചര്യമുണ്ടാക്കുന്ന രീതിയിൽ അത് മാറുവാനായിട്ട് ഇടയായി. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാക്കുകൾ കേട്ട് എത്ര പേര് വിസ്മയിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ മോനെ കുറിച്ച് ഒരാള് സ്കൂളിലൊരു ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, അവന് ഒരു ബാഡ് വേർഡ് ഉപയോഗിക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങള് നേരെ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു, ഇങ്ങനെ ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ സ്കൂൾ മാറ്റാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഒരു റെപ്യൂട്ടഡ് സ്കൂളിൽ കുട്ടിയെ വിടുമ്പോൾ അവിടെ ഏറ്റവും നല്ല രീതിയിൽ അതിന് പഠിപ്പിനും അതിന്റെ ഡിസിപ്ലിനും ഒക്കെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പക്ഷെ അത് കിട്ടുന്നില്ലെങ്കിൽ അത് പിന്നെ അതിന്റെ അർത്ഥമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പം പ്രിൻസിപ്പൽ മാഡം എന്നോടൊരു കാര്യം ചോദിച്ചു, നിങ്ങൾ ഈ സ്കൂൾ വിട്ട് ഏത് സ്കൂളിലേക്ക് കൊണ്ടുപോയാലും അവൻ അത് പറയണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അവനെ തിരുത്താനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചു. അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പൊ ആ മാഡം തന്നെ ഇങ്ങോട്ട് പറയാണ്, അവനൊരു ചോയ്സ് ഉണ്ട്, നല്ലത് പറയാന്നുള്ളത് അവന്റെ ചോയ്സ് ആണ്. അപ്പം അവനെ നല്ലത് പറയാനായിട്ടുള്ള ചോയ്സിലേക്ക് നമ്മൾ അവനെ മോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് അവനോട് ആ കാര്യങ്ങൾ സംസാരിക്കുകയും അവൻ അതിൽ നിന്ന് തിരുത്തുകയും പിന്നീട് ഇന്ന് വരെയും അങ്ങനെ ഒരു കംപ്ലൈന്റ് ഞങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ടില്ല എന്ന് പറയുകയും ആണ് ഞാൻ ചെയ്തത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാക്കുകൾ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പം വേറെ വേറെ പല തെറ്റുകളിലൊക്കെ അകപ്പെട്ടു പോകുന്നവരുണ്ട്. പക്ഷെ അവർക്കൊരു ചോയ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ അവരെ കൂടെ ഓർമ്മിപ്പിക്കണം. നമ്മൾ അവരെ ഓർമ്മിപ്പിച്ചാൽ മതി. നമുക്ക് അവരെ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾ അവരെ കൂടെ ഓർമ്മിപ്പിക്കണം. എങ്കിൽ മാത്രമേ ചിലപ്പോൾ അവർക്ക് അത് ഓർത്ത് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി കുറച്ചധികം കാര്യങ്ങളുണ്ട്, എനിക്കെല്ലാം തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ വളരെ സ്പീഡിൽ പോവുകയാണ്. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ ഗിരിപ്രഭാഷണം ആരംഭിക്കുന്നിടത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടെ എത്തിയാണ്. എന്താണ് അവിടെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ഇങ്ങനെയുള്ളവർ സ്വർഗരാജ്യം ഇവർക്കുള്ളത്, അല്ലെ? ഇങ്ങനെയുള്ളവര് ആണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പം നമുക്കറിയാം, ഇനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഇങ്ങനെയുള്ളവരാണ്, അല്ലെ? ആത്മാവിൽ ദരിദ്രരായ. എന്താണ് ആത്മാവിൽ ദരിദ്ര? ഈ ആത്മാവ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്റർ എസ്താ എഴുതിയേക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ആത്മാവിന്റെ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19-21 എന്താ പറയുന്നത്? ഗലാത്യർ 19-21 വരെയുള്ള വാക്യത്തിനകത്ത്
22-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതമായിട്ടുള്ള വാക്യമാണ്. പക്ഷെ 21 വരെയുള്ള വാക്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അതൊന്ന് നോട്ട് ചെയ്ത് പോകത്തില്ല. പലപ്പോഴും നമുക്കത് ഇഷ്ടവുമല്ല അത് സംസാരിക്കുന്നതിനെ കുറിച്ച്, അല്ലെ? ഓക്കെ, അപ്പൊ ഗലാത്യർ 5:19 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനുശേഷം അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നമ്മളിൽ ഉണ്ടോ എന്നൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഞാൻ നോക്കുമ്പോ എന്നിൽ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലയോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ ചോദിച്ചു പോകാറുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ചോയ്സ് ഉണ്ട്. എന്തിന്? ശാഠ്യത്തിൽ സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത് ചോയ്സാണ് നമ്മുടെ. ക്രോധത്തിലിരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആത്മാവിൽ ദാരിദ്ര്യമില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമുണ്ട് എന്നാണ് കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ യേശു കർത്താവിൽ ഈ ഗുണങ്ങളുണ്ടോ? യേശു കർത്താവില് ഈ 5:22 വാക്യത്തിൽ പറയുന്ന ഈ ഗുണങ്ങള് യേശു കർത്താവിലുണ്ടോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ കാര്യങ്ങളൊക്കെ യേശു കർത്താവിലുണ്ടോ? യേശു കർത്താവിൽ ഇതെല്ലാം ഉണ്ട്, അല്ലെ? പക്ഷെ അവൻ അത് പ്രവർത്തിച്ച് കാണിച്ച മേഖല ഭയങ്കര വ്യത്യസ്തമായിരുന്നു. ഏതായിരുന്നു? പാപികളോടും ചുങ്കക്കാരോടും ഒത്ത് അവൻ അവന്റെ സ്നേഹം പങ്കിട്ടു, അല്ലെ? സന്തോഷവും സമാധാനവും പങ്കിട്ടു. തെറ്റിലകപ്പെട്ട് വിചാരണയ്ക്കായിട്ട് പരീശന്മാരും അവന്റെ മുമ്പിലേക്ക് കൊടുക്കുവാനായിട്ട് കൊണ്ടുവന്ന ഒരു സ്ത്രീയെ അവൻ ദയ കാണിച്ചു അവളോട്, അല്ലെ? അവൻ അവളോട് കരുണ കാണിച്ചു. സ്ത്രീയെ ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നതായിട്ടുള്ള ഒരു കാഴ്ച, അവളോട് ദയ കാണിച്ചായിട്ട് നമുക്കറിയാം. ജന്മനാ കുരുടനായിരിക്കുന്ന ഒരുത്തനെ ശാസ്ത്രിമാർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു, ഇവനെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. പക്ഷെ അന്നും താൻ അതില് സൗഖ്യം കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിന്റെ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുന്നു എന്ന് അവന് പറഞ്ഞ് വിടുകയാണ്, അല്ലെ? അപ്പൊ ഈ വിശ്വസ്തതയും ദയയും ക്ഷമയും പരോപകാരവും അവൻ കാണിച്ചെങ്കിൽ, വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും താൻ എവിടെയാണ് കാണിച്ചത്? തൻ്റെ എല്ലാ വേലകളിലും, അല്ലെ? യേശു കർത്താവ് ഈ ലോകത്തിൽ ചെയ്ത എല്ലായിടത്തും താൻ വിശ്വസ്തനായിരുന്നു, അല്ലെ? ഒരിടത്ത് പോലും അവിശ്വസ്തത അവൻ കാണിച്ചിട്ടില്ല. ഇനി സൗമ്യതയോ? ക്രൂശിൽ നോക്കിയാൽ നമുക്കറിയാം, ക്രൂശിനോളം സൗമ്യതയോടെ അവൻ നിലനിന്നത്, അല്ലെ? ഇന്ദ്രിയ ജയത്തിൽ എവിടെയായിരുന്നു? ഇന്ദ്രിയ ജയത്തിൽ നമുക്കറിയാം, പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ അവിടെ ഇന്ദ്രിയ ജയത്തില് നമുക്ക് മുമ്പിൽ റോൾ മോഡലായിട്ട് കാണിച്ചു തരികയാണ്, അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഈ ഗലാത്യർ 5:20 മാത്രമേ അറിയത്തുള്ളൂ, മറ്റതൊന്നും അറിയത്തില്ലയോ എന്നൊരു സംശയമുണ്ട്. മറ്റതൊന്നും അറിയത്തില്ലെങ്കിൽ അതുകൂടെ ഒന്ന് വായിച്ച് പഠിച്ച് അതുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ യേശു കർത്താവ് ഈ 5:20 പറഞ്ഞതുപോലെ ഒന്ന് ചേഞ്ച് ആക്കാൻ നമ്മളെ തന്നെ ശ്രമിച്ചു നോക്കാം. ഇനി അവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സ്നേഹം എന്താണ്? സ്നേഹം എങ്ങനെ സ്നേഹിക്കാനായിട്ടാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്? ലവ് യുവർ എനിമീസ്, അല്ലെ? ലവ് യുവർ എനിമീസ്. ഭയങ്കര കഷ്ടമാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആർക്കും എനിമീസ് ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ആരെയും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അർത്ഥം വരിക, അല്ലെ? നമുക്ക് ആർക്കും എനിമീസ് ഒന്നുമില്ല. എനിമീസ് ഉണ്ടോ? ആർക്കെങ്കിലും എനിമീസ് ഉള്ളതായിട്ട് പറയുമോ? ആർക്കും എനിമീസ് ഉള്ളതായിട്ട് പറയത്തില്ല. കാരണം എന്താ? നമ്മൾ ആരെയും നല്ലതായിട്ട് സ്നേഹിക്കുന്നില്ല. നമ്മൾ സ്നേഹിച്ചാൽ ഉറപ്പായിട്ടും അതിലൊരു എനിമീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഒരാളെ എനിമി ആക്കണമെങ്കിൽ അയാളെ ആദ്യം സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അയാളെ സ്നേഹിക്കാതെ നമുക്ക് ആരെ എനിമി ആക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ റീചെക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയാണ് അവിടെ ഇനി പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം അവിടെ കാണുന്നുണ്ട്. ഞാൻ ഇത് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 38 മുതലുള്ള വാക്യങ്ങളിനകത്തു നിന്നാണ് ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത്. അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, വലത്ത് അടിക്കുന്നവന്, നിന്റെ വലത്ത് ചെകിട്ടത്ത് അടിക്കുന്നവന് ഇടത്തുകൂടി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ലിറ്ററലി അടികളൊന്നും ചിലപ്പോൾ കിട്ടാറില്ലായിരിക്കാം, കിട്ടുന്നവരുണ്ടായിരിക്കാം, എന്നെ കേൾക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടായിരിക്കാം. പക്ഷെ അടിക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? നമുക്ക് അടിക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ വരും, അല്ലെ? നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കുതികാലിന് വെട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അത് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? നമ്മൾ യേശു കർത്താവ് കാണിച്ചതുപോലെയുള്ള സ്നേഹം അവരോട് കാണിക്കുമോ? യേശു കർത്താവ് കാണിച്ചതുപോലെയുള്ള സൗമ്യത അവരോട് കാണിക്കുമോ? യേശു കർത്താവ് കാണിച്ചതുപോലെയുള്ള ഇന്ദ്രിയ ജയം നമുക്ക് അവിടെ കാണിക്കുവാനായിട്ട് സാധിക്കുമോ? ചിലരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലരെങ്കിലും നമ്മളെ ഒന്ന് പറ്റിക്കട്ടെ, അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും നമ്മളൊന്ന് സിൻസിയർ ആവും, ഒരു നിഷ്കളങ്കരാവും,
അല്ലെ? നമ്മളെ ഈ പല ഞാനിങ്ങനെ എനിക്ക് ഈ ഓട്ടോക്കാരുമായിട്ട് ഒരു ഭയങ്കര പ്രശ്നമാണ്. കാരണം എപ്പോഴും നമ്മൾ പോകുന്ന റൂട്ടിനെക്കാട്ടിൽ അധികം പൈസ ചിലപ്പോൾ അവർ മേടിക്കും. നമ്മൾ വിചാരിക്കും ഇത്രയും പൈസയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അന്നേരം അധികം പൈസ കൊടുക്കുമ്പോൾ എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു വിഷമാണ്. പക്ഷെ ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അവരെ കുറച്ച് അധികം മേടിക്കട്ടെ, നമ്മൾ അവിടെ കുറച്ച് പൊട്ടരാവുക, നമ്മൾ കുറച്ച് നിഷ്കളങ്കരാവുക. അവർ നമ്മളെ പറ്റിച്ചോട്ടെ. ഇനി പച്ചക്കറി കടയിൽ ചെന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, കുറച്ചധികം പൈസ നമ്മുടെ അടുത്തൊന്ന് മേടിച്ചെന്ന് വിചാരിക്കും, നമ്മൾ അവിടെ കുറച്ച് നിഷ്കളങ്കരായിക്കോട്ടെ, അങ്ങനെ അങ്ങ് വിചാരിക്കും. അവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ആ നിഷ്കളങ്കത ഒന്ന്, നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണല്ലോ അവർ പറ്റിച്ചതെന്നുള്ള ഒരു ഭാഗമെങ്കിലും നമുക്ക് അവിടെ കിട്ടുവാനായിട്ട് ഇടയാകും. ഇനി അടുത്ത ഒരു വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്ക്. എന്താ കയ്യിലുള്ളത് മൊത്തം കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്. ഒരു ഉടുപ്പാണ് അപഹരിച്ച് കൊണ്ട് പോകാൻ വരുന്നതെങ്കിൽ നിന്റെ പുതപ്പും കൂടെ കൊടുക്ക്, വീട്ടിലുള്ളതെല്ലാം കൊടുക്ക്. അത് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോവുക. ഇതെങ്ങനെ സാധ്യമാകുന്നത്? നമുക്കറിയാം, ഈ നാളുകളിൽ നമ്മളിപ്പം റീസെന്റ് ഈ 2-3 മാസക്കാലം മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളും സ്കൂളുകളുടെ ഒക്കെ അഡ്മിഷന്റെ ഒരു ടൈമാണ് അല്ലെ? നമ്മൾ പല ആൾക്കാരുടെ അടുത്തും വിളിച്ച് പറയാറുണ്ട്, ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ ഉണ്ട്, ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഗൈഡൻസ് ഒക്കെ കൊടുക്കും കേട്ടോ. പക്ഷേ നമ്മൾ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ഗൈഡ് ചെയ്യത്തേ ഉള്ളൂ, നമ്മൾ എപ്പോഴും ഇവിടെ ഇരുന്ന് ഗൈഡ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷെ പറയുന്നത് അവന്റെ ഒപ്പം പോവുക എന്നുള്ളതാണ്. അവന്റെ ഒപ്പം പോവുക എന്ന് പറയുന്നതാണ് നിന്റെ 2ാം നാഴിക. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് 1ാം നാഴികയിൽ നടക്കാനായിട്ടല്ല, 2ാം നാഴികയിലേക്ക് നമ്മൾ എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം 2ാം നാഴികയിലേക്ക് നമ്മൾ എത്താതിരുന്നു കഴിഞ്ഞാൽ അതും നമുക്ക് പ്രയാസം സൃഷ്ടിക്കും. ഓക്കെ, ഇനി യേശുവിന്റെ ശത്രുക്കൾ ആരായിരുന്നു എന്ന് നമുക്കറിയാം. ഒബ്വിയസ്ലി അത് പാപം ചെയ്യുന്ന എല്ലാ ആൾക്കാരും യേശുവിന്റെ ശത്രുക്കളായിരുന്നു അല്ലെ? എന്നാൽ അതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് വീണ്ടും പറയുന്നുണ്ട്, 44-ാമത്തെ വാക്യം, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതിനുശേഷം പറയുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ 43-ാമത്തെ വാക്യം, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് ശത്രുവിനെ പകയ്ക്കുക എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. അത് പറഞ്ഞിട്ടാണ് കർത്താവിനെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. യേശു കർത്താവിന്റെ ശത്രുക്കൾ ആരാണ്? പാപം ചെയ്യുന്ന എല്ലാ ആൾക്കാരും യേശു കർത്താവിന്റെ ശത്രുക്കളാണ്. എന്നാൽ നമ്മുടെ ശത്രുക്കൾ ആരാണ്? നമ്മള് ദൈവമാണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല, നമ്മൾ മനുഷ്യരുണ്ട്. നമ്മളെ മനുഷ്യരായിട്ടിരിക്കുന്ന നമ്മുടെ ശത്രുക്കൾ ആരാണ്? അതിന്റെ 10-ാമത്തെ അധ്യായം മത്തായി സുവിശേഷം 10-ന്റെ-36 നിങ്ങളൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതില് കൊടുത്തിട്ടുണ്ട് ആരാണ് നമ്മുടെ ശത്രു. എന്താണ് കൊടുത്തേക്കുന്നത്? മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കൾ ആകും. അപ്പൊ നമ്മുടെ ശത്രുക്കള് നമ്മൾ തന്നെയാണ്. അപ്പം ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അപ്പൊ എന്താ ആദ്യം വേണ്ടത്? നിന്നെ തന്നെ ആദ്യം സ്നേഹിക്കണം, എന്നെ തന്നെ ആദ്യം സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് വേറൊരാളെ സ്നേഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കഴിഞ്ഞിടയ്ക്ക് ഒരു കൗൺസിലിംഗ് കേസ് വന്നു. അപ്പം എന്നോട് ഇങ്ങനെ പറയാനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോ ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, ഹസ്ബൻഡ് 4000-5000 രൂപയുടെ ഒക്കെ സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുതരും. പക്ഷെ എനിക്ക് അതല്ല വേണ്ടത്. എനിക്ക് അദ്ദേഹം എന്റെ കൂട്ടത്തില് എന്റെ വയ്യാഴികയിൽ, എന്റെ ശാരീരികമായ ബലഹീനതയിൽ എന്റെ കൂടെ 5 മിനിറ്റ് ഒന്ന് ഇരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വേണ്ട കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിന്റെ സ്വഭാവം എല്ലാം ചോദിച്ചപ്പം അദ്ദേഹം അങ്ങനത്തെ ഒരു വ്യക്തിയൊന്നും അല്ല, അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയൊന്നും അല്ല, അങ്ങനെ വന്നിരിക്കുകയോ കെയർ ചെയ്യുകയോ ഒന്നും വെക്കുന്നില്ല. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് പോകാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ സഹോദരിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമ്മളുടെ ശരീരവും നമ്മളുടെ ആത്മാവിനെയും ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഞാൻ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവർ കാണുമ്പോഴാണ് അവരെന്നെ സ്നേഹിക്കുക. അല്ലാതെ എനിക്ക് ഒരാളോടും എന്നെ ഇന്ന ആള് സ്നേഹിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് ആരെക്കൊണ്ടും സ്നേഹിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്കറിയാം, ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് ജനസിസ് ചാപ്റ്റർ 29:32 ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, ലേയ അല്ലെ? ലേയ എന്താണ്? അവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് അവൾ പറയാണ്, എന്നെ അവൻ ഇനിയും സ്നേഹിക്കും. ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അവൾ എന്തെല്ലാമാണ് ചെയ്യുന്നത് അല്ലെ? പക്ഷെ ഒരിക്കലും, ഞാൻ പറയുന്നത്, ഒരിക്കലും
ഒരാളുടെ മുമ്പിൽ സ്നേഹത്തിന് വേണ്ടിയിട്ട് കൈകൂപ്പാനായിട്ട് പാടില്ല. സ്വയം സ്നേഹിക്കണം. സ്വയം സ്നേഹിക്കുന്നിടത്ത് മറ്റുള്ള കൈകൾ നമുക്ക് മുമ്പിൽ കൂപ്പുവാനായിട്ട് ഇടയായിത്തീരും. സെൽഫ് ലവ് ഈസ് നോട്ട് സെൽഫിഷ്, ഇറ്റ് ഈസ് സെൽഫ് എസ്റ്റീം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ സെൽഫ് ലവ് ഉള്ളവരാകുന്നെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിന്റെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് കഴിയും. ഞാൻ ആരാണെന്ന് തിരിച്ചറിയുന്നിടത്ത് എൻ്റെ ലൈഫിന് വാല്യൂ ഉണ്ടാവും, പർപ്പസ് ഉണ്ടാവും. അവിടെ എനിക്ക് മറ്റുള്ള എല്ലാ ആൾക്കാരെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് മുമ്പിൽ അങ്ങനെ ജീവിച്ച കുറേ ആൾക്കാരുണ്ട്. നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നോട്ട് ചെയ്ത് പോകുന്നില്ല, ഞാൻ പറയുന്നില്ല. എൻ്റെ വാക്കുകൾക്ക് ഇനി അധികം സമയമില്ലാത്തതുകൊണ്ട് അടുത്ത 5 മിനിറ്റിൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ വർക്കും വേർഡും യേശു കർത്താവിന്റെ വേലയും അവന്റെ വാക്കുകളും ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളോട് എഴുതിയിരുന്നു, പക്ഷെ അത് പറയുന്നില്ല. ഇനി അവന്റെ സാക്രിഫിഷ്യൽ ഡെത്തിലേക്ക് ഞാൻ വരികയാണ്. നമുക്കറിയാം യേശു കർത്താവ് ഭയങ്കര ഒരു ക്രൂസിഫിക്ഷൻ സ്റ്റേജിലൂടെ, അതായത് വിശുദ്ധമായിട്ടുള്ള ഒരു മരണത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെ? ഒരു ദൈവമാണ്, ദൈവം അതേപോലെ തന്നെ മനുഷ്യനാണ്. ഓക്കെ, അപ്പൊ ഈ സാക്രിഫിഷ്യൽ ഡെത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെ? നമുക്ക് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമുക്ക് മരിക്കാനായിട്ട് കഴിയുമോ? നമുക്ക് കഴിയത്തില്ല. നമുക്ക് വേണ്ടിയിട്ട് പോലും നമുക്ക് മരിക്കാനായിട്ട് കഴിയത്തില്ല, അല്ലെ? അപ്പൊ ഒരു സാക്രിഫിഷ്യൽ ഡെത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾക്ക് ഇല്ല. പക്ഷെ അത് വേറൊരു രീതിയിൽ, വേറൊരു ആസ്പെക്റ്റിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ചില അവയവങ്ങളൊക്കെ ദാനം ചെയ്തിട്ടൊക്കെ അങ്ങനെ മരിച്ചു പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അത് ആ രീതിയിലല്ല. ഇത് ദൈവം സ്നേഹിച്ച ദൈവത്തിന്റെ മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് അത്രയും സാക്രിഫൈസ് അവിടെ ആ ഡെത്തിൽ ചെയ്തത്. എന്നാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഡെത്ത്, അല്ലെ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ഞാൻ പലപ്പോഴും ഈ ഫ്യൂണറൽ സർവീസസിനൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ ഡെത്തിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നമ്മൾ പറയുന്നത് ഒരാളുടെ ലൈഫ് പർപ്പസ്ഫുൾ ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അയാളുടെ മരണത്തിന് ശേഷമാണെന്നാണ് പറയുക. പർപ്പസ്ഫുൾ എന്ന് പറയുന്നത്. എന്നാൽ പർപ്പസ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ പർപ്പസ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് നമ്മുടെ മരണത്തിന് ശേഷം. അപ്പം നമ്മൾ കടന്നുപോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഇഹലോകവാസത്തിന് ശേഷം നമ്മൾ പാർത്ത ഇടങ്ങളും നമ്മൾ ചേർത്ത് പിടിച്ച മനുഷ്യരും കുറെ കൂടെ ബെറ്റർ ആവാനായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് എൻ്റെ ലൈഫിന്റെ പർപ്പസ് എന്ന് പറയുന്ന സാധനം ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ ചേർത്ത് പിടിച്ച മനുഷ്യരും ഞാൻ ചേർത്ത് പിടിച്ച ഇടങ്ങളും ഞാൻ പാർത്ത ഇടങ്ങളും കുറച്ചുകൂടി ബെറ്റർ ആക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് പർപ്പസ്ഫുൾ എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അങ്ങനെ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ലയോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. കാരണം ചില ആൾക്കാരൊക്കെ എനിക്കറിയാം, ചില ആൾക്കാർ ഭയങ്കര കണിശക്കാരാണ്, ഭയങ്കര ഡിസിപ്ലിനറിയാണ്. നമുക്കറിയാം, നമ്മളാരും ഈ സ്റ്റുഡന്റ് ലൈഫിലൊന്നും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമ്മളെ അടിക്കുമ്പോഴൊന്നും നമുക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് അത് കാണത്തില്ല. പക്ഷെ പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ വന്നിട്ട് അവർ പറയും, അന്ന് ടീച്ചർ അടിച്ചത് കൊണ്ട് ഞാനത് പഠിക്കുകയും ഞാൻ ഈ നിലയിൽ എത്തുകയും ചെയ്തു എന്ന് പറയാം. അതേപോലെ നമുക്ക് ചുറ്റിനുമുള്ളവർ ചിലപ്പോൾ നമുക്ക് മുമ്പിലേക്ക് കുറച്ച് ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ വെക്കും. അതിൽ ചിലപ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവുകയൊക്കെ ചെയ്യും. പക്ഷേ അവര് പറയാൻ ശ്രമിക്കുന്നത് ആ ബെറ്റർമെന്റിനെ കുറിച്ചാണ്. അവർ പറയാൻ ശ്രമിക്കുന്നതെല്ലാം നമ്മളെ അവർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ കൊണ്ട് ഒരു ബെറ്റർ പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആകുക എന്നതിനെക്കാട്ടിലുപരി നമ്മൾ പാർത്ത ഇടങ്ങളും നമ്മളെ ചുറ്റിപ്പറ്റുന്ന മനുഷ്യരും കുറെ കൂടി ബെറ്റർ പേഴ്സൺസിലേക്ക് നമുക്ക് കൊണ്ടുവരുത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതായിരുന്നു പർപ്പസ്ഫുൾ ലൈഫ്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം ഈ ലോകത്തിൽ പർപ്പസ്ഫുൾ ആയിരുന്നു, അല്ലെ? അവന്റെ പർപ്പസ് അവൻ തിരിച്ചറിഞ്ഞ് ആ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു. അപ്പൊ ഇതുപോലെ നമ്മളുടെ ലൈഫും പർപ്പസ്ഫുൾ ആയി തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നമുക്ക് ശ്രമിക്കേണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് 1 തെസ്സലോനിക്കർ 4:7 എന്താ പറഞ്ഞേക്കുന്നത്? 1 തെസ്സലോനിക്കർ 4:7 പറഞ്ഞേക്കുന്നു, ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വിളി? അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് അതാണ് ചെയ്തത്. കർത്താവിന്റെ ലൈഫ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവനിൽ അശുദ്ധിയില്ല, അവനിൽ പാപമില്ല, സിൻലെസ് ആയിരുന്നു അവൻ, അല്ലെ? അപ്പം അത്രയും അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനാണെന്ന് നമ്മളോട് പറയാൻ അവൻ യോഗ്യനാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് നമ്മുടെ ജനനവും
അത്രയും വിശുദ്ധമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കരവും അതിശയകരവുമായി ആ പിണ്ഡാകാരമായിരുന്നപ്പോൾ എന്നെ കണ്ടവനായ ദൈവത്തിന്റെ കണ്ണിൽ എന്റെ ജനനം വിശുദ്ധമുള്ളതായിരുന്നു, അല്ലെ? അപ്പൊ ആ വിശുദ്ധിയിൽ നമ്മുടെ അശുദ്ധീകരണത്തിനല്ല വിളിച്ചിരിക്കുന്നത്, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ നമ്മൾ ട്രയൽസും ടെംപ്ടേഷൻസും ഒക്കെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് കടന്നു പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മടങ്ങി വരുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരായിട്ട് ഈ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് 1 പത്രോസ് 1:15 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ ദൈവം നമ്മളെ ഈ വിശുദ്ധീകരണത്തിലേക്ക് ജീവിക്കുവാനായിട്ടുള്ള ക്ഷണമാണ് ഇന്ന് രാത്രികാലം നമുക്ക് തരുന്നത്. സത്യമനുസരിച്ച് എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. ഇത് പറയുമ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയമുണ്ട് കേട്ടോ. ഞാൻ വളരെ ഭയത്തിൽ നിന്നാണ് പറയുന്നത്. കാരണം എനിക്ക് തന്നെ പേടിയാണ് ഈ കാര്യത്തിൽ. എനിക്ക് തന്നെ ഇതിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൽ അതിൽ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. സത്യമനുസരിച്ച് എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കുവിൻ. നമ്മുടെ സ്നേഹത്തില്, നമ്മുടെ കരുണയില്, നമ്മുടെ മറ്റുള്ളവരുടെ ഇടപെടലില്, നമ്മുടെ ലൈഫിന്റെ മൊത്തത്തിൽ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? സത്യമാണ്. സത്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവമാണ്. ഇപ്പൊ വിശുദ്ധി ഈസിക്കൽ ടു സത്യം ഈസിക്കൽ ടു ദൈവം. അപ്പം നമ്മൾ ചെന്നെത്തേണ്ടത്, നമ്മൾ എവിടെ നിന്ന് വന്നോ, നമ്മൾ വിശുദ്ധിയിൽ നിന്ന് നമ്മൾ പിറവിയെടുത്തുവെങ്കിൽ നമ്മൾ വിശുദ്ധിയിലേക്ക് തന്നെ ചെന്നെത്തണം. അതിനുള്ള തെരഞ്ഞെടുപ്പിനുള്ള കാലഘട്ടമാണ് ഈ നമ്മുടെ ലൈഫ് ഇവിടെ തന്നിരിക്കുന്ന കാലഘട്ടം. ആ തെരഞ്ഞെടുപ്പിലേക്ക് എത്താത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ ദിവസമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഏറ്റവും വിശുദ്ധമാണ്. ഞാനും നിങ്ങളും തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഏറ്റവും വിശുദ്ധമാണ്. ആ വിശുദ്ധമുള്ള പാതയിൽ നമുക്ക് മുൻപനായി കർത്താവായ യേശുക്രിസ്തു വിശുദ്ധിയിൽ ജീവിച്ച് നമ്മളെ കാണിച്ചു തന്നു. ഇനി നമ്മളുടെ ഊഴമാണ് 1 നാഴിക നടക്കാനല്ല, 2 നാഴിക നടക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഉടുപ്പ് ചോദിച്ചവന് പുതപ്പ് കൂടി കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തിലൊക്കെയാണ് നമ്മൾ വിശുദ്ധി പുലർത്തേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കേണ്ടത്, എല്ലാം ചിന്തിക്കേണ്ട സമയമാണ്, തെരഞ്ഞെടുക്കേണ്ട സമയമാണ്. ശാഠ്യത്തിലോ ക്രോധത്തിലോ പ്രവർത്തിക്കേണ്ട സമയമല്ല. സ്നേഹത്തിലും കരുണയിലും വിശ്വസ്തതയിലും ഇന്ദ്രിയ ജയത്തിലും നമ്മൾ ജീവിക്കേണ്ടവരാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എന്നെയും താഴ്ത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ക്രിസ്തീയ സഹോദരിയോടുള്ള നന്ദിയും അറിയിക്കുന്നു. അറിയാം കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോയത്, എന്നാലും സിസ്റ്റർ എനിക്കൊരു ഡൗട്ട് ചോദിക്കണ്ടേ. നമ്മുടെ ലൈഫ് കൊണ്ട് നമ്മൾ ചേർത്ത് പിടിച്ചവരും നമ്മൾ ഉള്ള ഇടങ്ങളും നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കൊണ്ട് ബാക്കി അത് ഞാൻ എഴുതാൻ പോയി വിട്ടു. നമ്മുടെ ലൈഫ് പർപ്പസ്ഫുൾ ആണെന്ന് പറയാൻ വേണ്ടി കഴിയും. പർപ്പസ്ഫുൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ. കുറച്ച് സമയം കൊണ്ട് കർത്താവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സിസ്റ്ററിനെ സഹായിച്ചു. ഒരു വ്യക്തിയുടെ ജനനത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ ഇടയായി. അതുപോലെ യേശുക്രിസ്തു എങ്ങനെയാണ് തന്റെ സ്വഭാവത്തെ, ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തത് നമ്മൾ കണ്ടു. അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ, പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ അത് കൊണ്ടുവരാൻ കഴിയുമെന്ന് സിസ്റ്റർ പറഞ്ഞു. അതുപോലെ യേശുക്രിസ്തുവിന്റെ വാക്കുകള്, വേലകള് അതെപ്രകാരമാണെന്നും അതൊക്കെ നമുക്ക് ചിന്തിക്കുവാനുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റണം, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റണം, എന്തൊക്കെ നമ്മൾ ഉൾക്കൊള്ളണമെന്ന് നമ്മളത് കണ്ടു. അതുപോലെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ മരണത്തെക്കുറിച്ചും നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ചുറ്റിലുമുള്ളവരെ കുറച്ചുകൂടി ബെറ്റർ ആക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പർപ്പസ്ഫുൾ ആയിരിക്കുകയുള്ളൂ എന്നാണ് സിസ്റ്റർ പറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയെന്നോ ചിന്തിക്കുവാനായിട്ട് ഈ ചിന്ത നേടിയായി. എല്ലാവർക്കും അതൊന്ന് സഹായകമായി എന്ന് തന്നെ പറയുന്നു. എല്ലാവരും പേരൻസ് ആണ് അധികം കൂടിയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും നമ്മളുടെ ജീവിതത്തിലുള്ള ബന്ധത്തിലും അത് ഏറ്റവും അനുഗ്രഹമായിരുന്നു. വളരെ നന്ദി സിസ്റ്റർ. തുടർന്നും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവിനായിട്ട് കൂടുതൽ പ്രയോജനപ്പെടാൻ, കുടുംബമായി കർത്താവിന് പ്രയോജനപ്പെടാനായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു. ഇനി നമ്മൾ വോട്ട് ഓഫ് താങ്ക്സിനായി പോകുകയാണ്. അതിനായി സിസ്റ്റർ ജിൻസി ജിമ്മിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഇത്രയും സമയം എങ്ങനെ പോയെന്ന് അറിയില്ല. എന്തായാലും ദൈവം നമ്മളെങ്ങനെ കൂട്ടിവരുത്തി കർത്താവ് നമുക്ക് തന്ന ഈ നല്ല ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന് എല്ലാ നന്ദിയും മഹത്വവും അർപ്പിക്കുന്നു. കാരണം ഒരു നെറ്റ് ഇഷ്യൂസോ മറ്റൊരു പ്രയാസങ്ങളും ഇല്ലാതെ ദൈവം എത്രത്തോളം അനുഗ്രഹമായി ഈ മീറ്റിംഗ് തീർത്തതോർത്ത് നമുക്ക് ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കാം. ഓൾ ഗ്ലോറി ബി ടു ഗാഡ്. അടുത്തതായിട്ട് ഇന്നത്തെ മീറ്റിംഗ് ഇത്രയും അനുഗ്രഹമായി ലീഡ് ചെയ്ത സഹോദരി ജാസ്മിയോടുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം ധാരാളമായി സഹോദരി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ തക്കോണം പ്രിയ സഹോദരിയെ ദൈവം ബലപ്പെടുത്തി. താങ്ക് യു. നമ്മളെ അതുപോലെ തന്നെ പ്രിയ സഹോദരി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. സോ താങ്ക് യു ഫോർ ദാറ്റ് ടു. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ദൈവകൃപയും ദൈവസ്നേഹത്തെയും ഒക്കെ ഓർപ്പിക്കുന്ന 2 ഗാനങ്ങൾ നമുക്ക് വേണ്ടി പാടിയത് നമ്മുടെ പ്രിയ സഹോദരി അസ്നത്ത് കണ്ണനാണ്. പ്രിയ സഹോദരിയുള്ള നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ദൈവം ധാരാളമായി പ്രിയ സഹോദരി അനുഗ്രഹിക്കട്ടെ. ഇനിയും അവസരങ്ങൾ ദൈവം കൊടുക്കട്ടെ. പ്രിയ സഹോദരിയെ ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് അടുത്ത നമ്മുടെ മെയിൻ പ്രോഗ്രാം ആയിരുന്നു മെസ്സേജ്. താങ്ക് യു സിസ്റ്റർ ഷൈനി. ഞാൻ ഷൈനി പറഞ്ഞതൊന്നും പിന്നെയും ആവർത്തിക്കുന്നില്ല. നമ്മുടെ ചൈൽഡ്ഹുഡ് തുടങ്ങി, ഇൻഫാക്ട് നമ്മുടെ ബർത്ത് തുടങ്ങി, നമ്മുടെ അവസാനം വരെയും എങ്ങനെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം, നമ്മുടെ കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ട്, മാത്രമല്ല പേരൻസ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വം, നമ്മുടെ പർപ്പസ്ഫുൾ ലൈഫിനെ കുറിച്ചൊക്കെ പ്രിയ സഹോദരി നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. പ്രിയ സഹോദരി നേരത്തെ ഓർപ്പിച്ചതുപോലെ വളരെയേറെ എന്താ പറയാ, വളരെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടിയാണ് പ്രിയ സഹോദരി കടന്നുപോയത്. ബട്ട് എനിവേ ഗോഡ് യൂസ്ഡ്. ദൈവം ധാരാളമായി പ്രിയ സഹോദരി വളരെ ശക്തമായി ഉപയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ താങ്ക് യു സിസ്റ്റർ ഷൈനി. നമുക്ക് ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്നത് പ്രിയ ലത രവികുമാർ ആൻറ്റിയാണ്. പ്രിയ ആൻറ്റിയോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആരെങ്കിലും പുതുതായിട്ട് ഈ മീറ്റിങ്ങിൽ ക്രിസ്ത്യ സഹോദരിയുടെ മീറ്റിങ്ങിന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 2 വാക്കിൽ ഞാൻ ക്രിസ്ത്യ സഹോദരി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ സഹോദരിമാരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി ഉള്ളൊരു ഗ്രൂപ്പാണ്. നമുക്ക് അനേക ഓപ്പർച്യൂണിറ്റീസ് ഈ ഗ്രൂപ്പിലുണ്ട്. അതുപോലെ അനേക ആക്ടിവിറ്റീസ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. പാട്ട്, പ്രാർത്ഥനകള്, നമുക്ക് ചെയിൻ പ്രെയർ ഉണ്ട്, ഗ്രൂപ്പ് പ്രെയർ ഉണ്ട്. വെനസ്ഡേ നമ്മൾ പ്രാർത്ഥനയ്ക്ക് കൂടുന്നുണ്ട്. അതുപോലെ മന്ത്ലി ഇങ്ങനെ ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ വളരെ നമ്മുടെ സഹോദരിമാരെന്ന നിലയിൽ ആത്മീയ വർധനയ്ക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. സോ ഇൻ കേസ് ആരെങ്കിലും പുതുതായിട്ട് ഈ മീറ്റിങ്ങിന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ക്രിസ്ത്യ സഹോദരി, ഞങ്ങൾ അഡ്മിൻസിൽ ആരെങ്കിലും ഒരാളെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ പങ്കാളികളാകാം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന എല്ലാ ആൻറ്റിമാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. മാത്രമല്ല നമുക്ക് ടെക്നിക്കൽ സഹായങ്ങൾ ചെയ്തു തന്ന സഹോദരി ലവ്ലി ജോർജും അതുപോലെ സഹോദരൻ റിജോയോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. സോ വൺസ് അഗെയിൻ എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സിസ്റ്റർ. ഇനി നമുക്ക് ക്ലോസിംഗ് പ്രയറിന് പോവുകയാണ്. അതിനായിട്ട് സിസ്റ്റർ ലത രവികുമാറിനെ ക്ഷണിച്ചോളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, പരിശുദ്ധനായ ദൈവമേ, അടിയങ്ങൾ അങ്ങയുടെ മുമ്പാകെ വീഴുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വിലയേറിയ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. പാട്ടുപാടുവാനും പ്രയാസനത്തിനെയും അതുപോലെ സിജിയെ പ്രാർത്ഥിക്കുവാനും ഓപ്പണിംഗ് പ്രേയർ ചെയ്യാനും ഒക്കെ കർത്താവ് സഹായിച്ചു. നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വണ്ണം ഞങ്ങളെ കർത്താവെ ശ്രദ്ധയോടിരുന്ന സമയം കടന്നുപോയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. അത്ര വലിയ വിലയേറിയ സത്യങ്ങളെ അങ്ങ് വെളിപ്പെടുത്തി തന്നതിനായ സ്തോത്രം. ക്രിസ്തീയ സഹോദരിക്കായ സ്തോത്രം. സഹോദരിമാരുടെ ആത്മീക വളർച്ച ഉദ്ദേശിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഷൈനി സിസ്റ്ററിനായിട്ട് സ്തോത്രം. കർത്താവെ, അനേക കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലൂടെ കടന്നുപോയി. ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ സഹായിച്ചു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് വിലയേറിയതാണ് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങളെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള വാക്കും ഞങ്ങൾക്കറിയാം. എന്നാൽ പലപ്പോഴും
ദുഃഖങ്ങൾ വരുമ്പം, കഷ്ടങ്ങള്, ദുരിതങ്ങള്, വേദനകള്, മനോദുഃഖങ്ങളൊക്കെ വരുമ്പോൾ കർത്താവെ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും തോന്നിയിട്ടുണ്ട്. എന്നാൽ പ്രിയ സഹോദരി പറയേണ്ടത്, ഞങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ദൈവം തന്നിരിക്കുന്നത്. അതിന്റെ മഹത്വം കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ അങ്ങ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയ സഹോദരി കർത്താവിന്റെ വിശുദ്ധിയെക്കുറിച്ച് ഞങ്ങളോട് പറയുണ്ടായി. ഞങ്ങളുടെ ഈ ഏജിൽ നിൽക്കുമ്പോഴും അനേകം കുറവുള്ളവരാണ് ഞങ്ങൾ. കർത്താവെ, ശത്രുക്കളെ സ്നേഹിക്കുന്ന വിഷയത്തിലാണെങ്കിലും കർത്താവെ ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങളെ അങ്ങയെപ്പോലെ ആയിത്തീരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് സഹായിക്കണം. ഞങ്ങളെ കർത്താവെ അങ്ങ് വലിയ വിലയേറിയുള്ളതാക്കി ആ വിലയുടെ മഹത്വം ഞങ്ങൾ ഇന്നും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ പോലെ ഞങ്ങൾ സൗരഭ്യവാസന കർത്താവെ പകർത്തുവാൻ കർത്താവെ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ കേട്ട വചനത്തെ ഒരിക്കലും നിഷ്ഫലമായി പോകാൻ ഇടവരരുതേ. കർത്താവെ സഹായിക്കാൻ, കൂടുതൽ അങ്ങേ സ്നേഹിപ്പാൻ, കൂടുതൽ അങ്ങേ സാക്ഷ്യപ്പെടുത്താൻ, അങ്ങ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഏത് രീതിയിലാണ് വിശുദ്ധിയുടെ അർത്ഥമെന്ന് കർത്താവെ ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവെ, പ്രിയ സഹോദരിയെ അനുഗ്രഹിക്കണമേ. അവർ ചെയ്യുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ജാസ്മിൻ സിസ്റ്ററിനായിട്ട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ലവ്ലി സിസ്റ്ററിനെ കർത്താവ് പനിയും പ്രയാസവുമായിട്ടിരിക്കുന്നു. തനിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ, ആരോഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാവുന്നു. കർത്താവെ, ജിൻസിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. തന്നെയും അനുഗ്രഹിക്കണേ. ഇതില് പങ്കാളിത്തികളായ എല്ലാ സഹോദരങ്ങളെ അനുഗ്രഹിക്കും. കടന്നു വന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തോടെ ഞങ്ങളെ മടക്കി അയക്കണമേ. കൂടുതൽ ആത്മാവിൽ ഞങ്ങളെ ബലം പ്രാപിച്ച് കർത്താവിനായിട്ട് കൂടുതൽ ഉപയോഗപ്പെടുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും കൂടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ആന്റി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സിജിയോട് നന്ദി പറയാൻ മറന്നുപോയി. സോ താങ്ക് യു സിസ്റ്റർ. സിജിയാണ് ഓപ്പണിംഗ് പ്രെയർ ചെയ്തത്. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു സോ മച്ച്. വിട്ടുപോയതാണ്, സോറി. താങ്ക് യു ഷൈനി സിസ്റ്ററെ. ഭയങ്കര സ്പീഡായി പോയി. ഈ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് കേട്ടോളാം. വളരെ സന്തോഷം. എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഈ രീതിയിൽ സിസ്റ്റർ ഹോളിനെസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു എന്തായിരിക്കുമെന്ന്. പക്ഷെ വളരെ പ്രത്യേകമായ ഒരു രീതിയിൽ, വളരെ എക്സാമ്പിൾസിലൂടെ എനിക്ക് ഇനി ഇനിയുണ്ട് നിർത്തുവാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായിരുന്നു സത്യത്തില്. ഇനിയും ബാക്കി കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അടുത്ത മാസം എന്ന് ചിന്തിക്കുവാണ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഷൈനി, ഗോഡ് ബ്ലെസ് യു. എനിക്ക് തോന്നുന്നു കേൾക്കണമല്ലോ. താങ്ക് യു ചേച്ചി. നല്ല മെസ്സേജ് ആണ്. ഞാൻ കേട്ടില്ല മെസ്സേജ്. പ്രിയ ജിൻസി ചേച്ചിയും ലവ്ലി ചേച്ചിയും എല്ലാം പ്രത്യേകം പ്രാർത്ഥിച്ചതിന്റെ ഒരു ഫലമായിട്ട് ആണ് ഇന്ന് പ്രത്യേക സ്പെഷ്യൽ പ്രെയർ ഉണ്ടായിരുന്നു. കാരണം വൈകുന്നേരം ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് ഏകദേശം ഒരു 2 മണിക്കൂർ മുമ്പ് സ്കൂളിൽ നിന്ന് ഒരു വിളി വന്നു. മോന് റോളർ സ്കേറ്റിംഗ് ചെയ്യുമ്പോൾ അവിടെ വീണു, തല മുഴച്ചു, പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി. അവിടെ ചെന്ന് നോക്കുമ്പം ഏകദേശം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഈ തലയുടെ ഇവിടെ ഇങ്ങനെ മുഴച്ചിട്ടുണ്ട്. ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. എന്ത് ചെയ്യും, വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്, എങ്ങനെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളതായിട്ടൊരു പ്രയാസം. അന്നേരം ഞാൻ ലവ്ലി ചേച്ചിയോട് വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണം. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. 2 മണിക്കൂർ എന്തായാലും ഇത് കഴിയുമ്പോഴത്തേക്ക് 2 മണിക്കൂറാവും. ഞാനൊരു ഒബ്സർവേഷൻ നിൽക്കട്ടെ, വേറെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അന്നേരം മീറ്റിംഗ് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. എന്തായാലും സാത്താൻ കുറെ പ്രവർത്തിച്ചു. എന്തായാലും ജയിക്കാൻ അവൻ അനുവദിക്കത്തില്ലല്ലോ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു ഫലം വളരെ നല്ലതായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. തുടർന്നും അവരെ കുടുംബമായിട്ട് അത് പ്രാർത്ഥിക്കുക. ബ്രദർ ഇപ്പോൾ ഉഗാണ്ടയിലേക്ക് പോയിട്ടുണ്ട്. എല്ലാ വർഷവും മിക്കവാറും എല്ലാ വർഷവും ഒക്കെ അവരവിടെ പ്രവർത്തനത്തിന് പോകാറുണ്ട്. സഹോദരിയും പോകേണ്ടതായിരുന്നു, പക്ഷേ പോയില്ല. പ്രത്യേകിച്ച് ആ കുടുംബത്തെ ഓർത്ത് പല നിലകളിലെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. ശക്തമായിട്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാരും പോകുന്നില്ലേ? അപ്പൊ ശരി, ഓക്കെ. എന്റെ അച്ഛൻ സുഖമില്ലാത്തതുകൊണ്ട് എനിക്കിന്ന് കേൾക്കാൻ പറ്റി. ഓ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പേരെന്നാ എങ്ങനെ കിടക്കുന്നേ? എന്തോ ഈ പേര്? 10, 9, 7? എനിക്കറിയത്തില്ല, ആർക്കറിയാം? എന്തോ സംഭവിച്ചേ? പേരൊന്നും കണ്ടില്ലല്ലോ.
ആർക്കറിയാം എന്തോ സംഭവിച്ചു. ഉം. എന്തായാലും എനിക്കത് കേൾക്കാൻ പറ്റി എന്തായാലും. ഓ സോ ആ, അവിടെ ഓക്കെ. കോട്ടേജ് മീറ്റിങ്ങിന് പോയില്ലല്ലേ? പോയില്ല ഇന്ന് അച്ഛൻ വയ്യാന്ന് പറഞ്ഞു പോവാൻ. ആ മരുന്ന് കഴിക്കുന്നോണ്ടേ ആ ശരീരം ആ എത്ര ഇതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.